മജ്ജയും മാംസവുമുള്ള ഇതുപോലൊരു മനുഷ്യൻ ഈ ലോകത്ത് ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ വരും തലമുറ വിശ്വസിക്കില്ല എന്ന് ലോക പ്രശസ്ത ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ വിശേഷിപ്പിച്ചത് മറ്റാരെയുമായിരുന്നില്ല, നമ്മുടെ രാഷ്ട്രപിതാവായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാഗാന്ധിയായിരുന്നു. ലോകം കണ്ട എക്കാലത്തെയും ഋഷി തുല്യനായ ആ കർമ്മയോഗിയുടെ, നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സ്വന്തം ജീവിതം സമർപ്പിച്ച കുട്ടികളുടെ പ്രിയപ്പെട്ട ബാപ്പുജിയുടെ ജന്മദിനമാണ് ഒക്ടോബർ 2. ഗുജറാത്തിലെ പോർബന്തറിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായിയുടെയും മകനായി 1869 ഒക്ടോബർ 2 ഗാന്ധിജി ജനിച്ചു. ഭാരതം ഇന്നേ ദിവസം ഗാന്ധി ജയന്തിയായി ആചരിക്കുമ്പോൾ ഗാന്ധിജിയോടുള്ള ബഹുമാനാർത്ഥം ഐക്യരാഷ്ട്രസഭ ഇന്നേ ദിവസം അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്നു. ഇന്നും ലോകമെമ്പാടും ഗാന്ധിയൻ തത്വങ്ങൾ അംഗീകരിക്കപ്പെടുകയും പിന്തുടരുകയും ചെയ്യുന്നുണ്ട് എന്നതിന് തെളിവാണിത്. പഠനത്തിനും തുടർന്ന് ജോലിക്കുമായി വിദേശത്ത് പോയ ഗാന്ധിജിയെ അവിടത്തെ വർണ്ണ വിവേചനമെന്ന അനീതിയാണ് സമര മാർഗത്തിലിറങ്ങാൻ പ്രേരിപ്പിച്ചത്. ഭാരതത്തിൽ തിരിച്ചെത്തിയ അദ്ദേഹം തൊഴിലാളികളുടെയും കർഷകരുടെയും പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ നികുതി ചുമത്തലുകൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട്, അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടിക്കൊണ്ട്, സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട്, ഹിന്ദു മുസ്ലിം സൗഹാർദ്ദത്തിനായി യത്നിച്ചുകൊണ്ട്, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിച്ചുകൊണ്ട് ഭാരതീയർക്ക് ഒരു പുതിയ വെളിച്ചം പകർന്നു നൽകി. സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തെ അഹിംസയിലൂന്നി സത്യാഗ്രഹമെന്ന സമരമുറയിലൂടെ അദ്ദേഹം മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ ജാതിമത വേഷ ഭാഷ ദേശ വ്യത്യാസമില്ലാതെ എല്ലാ ഭാരതീയരും അദ്ദേഹത്തിനു പിന്നിൽ അണിനിരന്നു. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന് ആ അർദ്ധനഗ്നനായ ഫക്കീറിന് മുന്നിൽ അടിയറവ് പറയുകയെ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരിയിലേക്ക് അദ്ദേഹം ഭാരതത്തെ കൈപിടിച്ചു നയിച്ചു. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശമെന്ന് ജീവിതം കൊണ്ട് തെളിയിച്ച ആ മഹാത്മാവിന്റെ ജീവിത പാത ഓരോ ഭാരതീയനും ഒരു വലിയ പാഠപുസ്തകമാണ്. ഭീകരത, ആക്രമം, അനീതി, ജനാധിപത്യ ധ്വംസനം എന്നിവ വിളയാടുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ ഗാന്ധിയൻ തത്വങ്ങളുടെ പ്രസക്തി ഏറെയാണ്. ഗാന്ധി മാർഗത്തിൽ നിന്നും അകന്നു പോയതാണ് കൂട്ടുകാരെ നാം ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്കു കാരണം. വിദ്യാർത്ഥികളായ നമുക്ക് സത്യത്തിലും നീതിയിലും അധിഷ്ഠിതമായ ആശയങ്ങൾ പ്രായോഗികമാക്കാൻ കാണിച്ചു തന്ന ആ മാർഗദീപം കെടാവിളക്കായി ഹൃദയത്തിൽ സൂക്ഷിക്കാം. ഒരു ജന്മം മുഴുവൻ രാഷ്ട്രത്തിനു വേണ്ടി ജീവിച്ച് ഒടുവിൽ രക്തസാക്ഷിത്വം വരിച്ച ആ മഹാത്മാവിന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ നമുക്ക് നമ്രശീർഷരാകാം.